+2 ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ Prepwise, Kerala's #1 CUET കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിംഗ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹലോ എവ്രിവൺ. സോ നമ്മൾ ഇന്ന് ടാർഗറ്റ് CUET 2023 എന്ന് പറയുന്ന ഒരു സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് ഈ ഒരു സെഷനിൽ നമ്മളൊരു ഏകദേശം ഒരു 10 ക്ലാസ്സുകളോളം നമ്മുടെ പ്രീവിയസ് ഇയർ, അതായത് 2022 CUET ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഫിസിക്സ് പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈഇലക്ട്രിക് ഡൈപോൾ ഓൺ ഇക്വറ്റോറിയൽ ലൈൻ അറ്റ് ഡിസ്റ്റൻസ് r from the center of the dipole is. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഡൈപോൾ ഉണ്ട്. ഡൈപോൾ എന്ന് പറയുമ്പോൾ രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുക. -q + q ആണ് നമുക്ക് വിചാരിക്കാം. അതിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് p ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഡൈപോൾ മൊമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് സപ്പോസ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ ഒരു പോയിന്റ് p ഉണ്ടെന്ന് വിചാരിക്കാം, ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. ഇവിടെ r ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നെറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ എന്താണ്? നെറ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഇതിപ്പോ ഏത് ആംഗിൾ, ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അതിനൊരു ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? V is equal to 2aq by 4 pi epsilon naught, 2aq divided by r square minus a square cos square theta into cos theta എന്നതാണ്. ഓക്കെ, അപ്പം ഇത് ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? 90 ആയിരിക്കും. കോസ് 90 എത്രയാണ്? കോസ് 90 is 0. അപ്പൊ എന്തായിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ? വിൽ ബി ഈക്വൽ ടു 0. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്നെങ്കിൽ നമുക്കിത് ഡയറക്ട്ലി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെയാണ്. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എൻ ഐസൊലേറ്റഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവിംഗ് ചാർജ് q ആൻഡ് ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ് ഇസ് a. നമ്മൾ ചോദിച്ചിരിക്കുന്നത് രണ്ട് ഐസൊലേറ്റഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് പറയുമ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എയും അതിൽ ഉള്ള ചാർജ് q ആണ് നമ്മൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? q ഇൻറ്റു നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. എത്രയാണോ ഇതിന്റെ ചാർജ്, ദാറ്റ് ഇൻറ്റു ദ ഇലക്ട്രിക് ഫീൽഡ് ഗിവ്സ് us ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പൊ നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്കറിയാം. σ/2ε0 അല്ലെ? σ/2ε0 ആണ് നമ്മുടെ പാരലൽ പ്ലേറ്റ് സിസ്റ്റത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമുക്കറിയാം ഈ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചാർജ് ഡെൻസിറ്റി ആണ്. ദാറ്റ് വിൽ ബി q/a. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് q/a over here we will get F is equal to q²/2a∈0. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ജസ്റ്റ് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ മാത്രമാണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് തന്നെയാണ്. 2 point charges QA equal to 3 microcoulomb and QB equal to -3 microcoulomb are located 2 meters apart in vacuum. The electric field at the point of the line joining the two charges will be. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? is equal to kq/r². അല്ലേ? അപ്പൊ നമ്മൾ ഇതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? q is equal to 3 micro 1/4 pi epsilon naught into q is equal to 3 micro coulomb into 10⁻⁻⁶
ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ആർ എത്ര ആയിരിക്കും നമുക്ക് വരിക? ആർ 1 മീറ്റർ ആയിരിക്കും. കാരണം ടോട്ടൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2 മീറ്റർ ആണ്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് എവിടെയായിരിക്കും? 1 മീറ്ററിലായിരിക്കും. സോ 1 മീറ്റർ ഹോൾ സ്ക്വയർ. സോ ദ ആൻസർ കംസ് ഔട്ട് ടു ബി, ഇത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്കത് 5.4 × 10⁴ ന്യൂട്ടൺ പെർ കൂളം എന്നാണ് നമ്മുടെ ആൻസർ വരിക. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ചെയ്യുക, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസി. ഓക്കെ, സോ നമുക്ക് ഒരു ചാർജിന് കൂടുതൽ ഇതിങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ഇലക്ട്രിക് ഫീൽഡ് എത്ര ആയിരിക്കും? നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും നമ്മുടെ ചാർജ് ആണ്, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോവുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഒരു പോയിന്റ് ഉള്ളത് നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the figure shows electric field lines in which an electric dipole P is placed as shown. Which of the following statements is correct? അതായത് നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓൺ ഇറ്റ്? അതായത് ഈ ഡൈപോളിന് ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്താണ് ഇഫക്റ്റ് ഉണ്ടാവുക എന്ന് നോക്കാം. ഡൈപോൾ എങ്ങനെയാണ് കിടക്കുന്നത്? നമുക്ക് ഡൈപോൾ ഇതിന് പാരലൽ ആയിട്ടാണ് ഉള്ളത്, അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതെല്ലാ ഇലക്ട്രിക് ഫീൽഡും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡും ആണ്, കാണുമ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് ഡൈപോളിന് എങ്ങോട്ടായിരിക്കും? ലൈക്ക് ഈ ഒരു റേഡിയൽ ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിൽ ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ ഏത് ഭാഗത്താണ്? ഈ ഒരു ഭാഗത്താണ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലുള്ളത്. ലൈക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെൻസിറ്റി കൂടുതലുള്ളത്, ലൈക്ക് ഫീൽഡ് ലൈൻസ് കൂടുതലുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, ആൻഡ് ഫീൽഡ് ലൈൻസ് കുറവ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നതോറും ഈ ഫീൽഡ് ലൈൻസ് കുറഞ്ഞു വരുന്നുണ്ട്. സോ എന്ത് സംഭവിക്കും? ഇതിന് നമുക്ക് എന്താ സംഭവിക്കുക? ഈ ഒരു ഇലക്ട്രിക് ഡൈപോള് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുതലുള്ള സ്ഥലത്തേക്കാണ് നീങ്ങുക. സോ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? The dipole will not experience എന്ന് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. The dipole will not experience any forces. The dipole will experience a force in the direction of P. The dipole will experience a force opposite to the direction of P. And the dipole will experience a force perpendicular to P. ഓക്കെ, അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡൈപോളിന് ഒരു ഫോഴ്സും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എ സിസ്റ്റം ഓഫ് 2 point charges 7 microcoulomb and -4 microcoulomb are placed at a distance of -900 centimeter and 900 centimeter respectively. The electrostatic potential energy of the system. So electrostatic potential energy എന്താണ്? U is equal to 1/4 pi epsilon naught Q1 Q2 by R square. നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, Q1 Q2 by R square. So when we substitute this answer, Q1 Q2 by R, electric field potential, right? Q1 Q2 by R. So ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഏത് പോയിന്റിലൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് R കണ്ടുപിടിക്കേണ്ട ഒരു പണിയുള്ളൂ, ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്. സോ ദ R വിൽ ബി, ഇത് എവിടെ നിന്നാണ്? ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇസ് -900. അതിലാണ് ഒരു പോയിന്റ് ചാർജ് ഉള്ളത്. മറ്റേ പോയിന്റ് ചാർജ് ഉള്ളത് 900. ഓക്കെ, സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് 18 സെന്റിമീറ്റർ. ഓക്കെ, തമ്മിലുള്ള ഡിസ്റ്റൻസ് 18 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ആസ് -0.7 ജൂൾസ്. ഓക്കെ, ഇതിവിടെ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിംഗ് സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r with a distance from the center of the shell can be represented by which of the following graphs? ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എന്താണുള്ളത്? ഇവിടെ നമുക്കൊരു ഷെല്ലുണ്ട്, ഒരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലുണ്ട്. ഓക്കെ, ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡാണ്. നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. അതായത് നമുക്ക് ഇതിന്റെ ഇൻസൈഡിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം, ഇതിന്റെ ഔട്ട്സൈഡിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം, ആൻഡ് ഷെല്ലിന്റെ ആ പോയിന്റിൽ എത്രയായിരിക്കും അതിന്റെ ഇന്റൻസിറ്റി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഓക്കെ, അങ്ങനെ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഈ ഒരു പോയിന്റിൽ ലൈക്ക് ഓൺ ദി ഷെല്ല് എന്താണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഔട്ട്സൈഡ് നോക്കാം. ഔട്ട്സൈഡിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഫെറിക്കൽ ചാർജ് എന്തായിരിക്കും, സോറി ഈ സ്ഫെറിക്കൽ ഷെൽ എന്തായിരിക്കും, നമുക്കൊരു ചാർജ് ആയിട്ട് ലൈക്ക് അതിന്റെ എല്ലാ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E is equal to KQ like 1/4 pi epsilon naught Q by R square. ഓക്കെ, ഔട്ട്സൈഡ് ദ ഷെൽ. ഓൺ ദ ഷെല്ലും ഇവിടെ നമ്മൾ ആറിന്റെ സ്ഥലത്ത് 6 എന്നിട്ടുണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഇൻസൈഡ് ദ ഷെൽ. ഇത് ഔട്ട്സൈഡ് ദ ഷെല്ലാണ്, ഇത് ഔട്ട്സൈഡ് ദ ഷെൽ. ഇനി ഇൻസൈഡ് ദ ഷെല്ല് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഏത് ചാർജ് ഉണ്ടോ, ഉള്ളിൽ ഒരു ചാർജും ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് എന്തായിരിക്കും, നമുക്ക് അവിടെ ഈ Q 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇൻസൈഡില് E will be equal to 0. ഓക്കെ, നമ്മൾ ഇവിടുന്ന് 6ൽ നിന്ന് ഇങ്ങോട്ട് വരും തോറും ഇവിടെ ഈ റേഡിയസ് 6 ആവുന്നത് വരെ നമുക്ക് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അറ്റ് ദ പോയിന്റ് തൊട്ടിട്ട് നമുക്ക് 1/r² എന്ന രീതിയിൽ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി, നമുക്ക് എല്ലാ ഗ്രാഫും നോക്കുമ്പോൾ നമുക്ക് 0 ഒരു പോയിന്റ് വരെ 0 പൊട്ടൻഷ്യൽ, സോറി 0 ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന് നമ്മൾ ഔട്ട്സൈഡ് ആണെങ്കിൽ അതൊരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യും, അതിന് ഇൻസൈഡിലാണെങ്കിൽ അവിടെ ചാർജ് ഒന്നുമേ ഇല്ല. അപ്പൊ നമുക്ക് അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മാഗ്നറ്റിസത്തിൽ നിന്നാണ്, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B is established along the positive Z direction. A rectangular loop of side A and B carries a current of I as shown in the figure. The torque in the loop is. Okay, നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ അറിയാം. Tau is equal to I area cross the magnetic field. നമുക്ക് ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങോട്ടാ നോക്കാം. ഏരിയ വെക്ടർ എങ്ങോട്ടാണ്, A is equal to A into B. അത് നമുക്കറിയാം. അത് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, തമ്പ് റൂൾ വെച്ച് നോക്കുമ്പോൾ അത് ഇങ്ങനെ കറങ്ങുന്നു. അപ്പം ഇതുള്ളത് X ഡയറക്ഷനിലാണ് ഈ ഏരിയ വെക്ടർ ഉള്ളത്. ഓക്കെ, ഏരിയ വെക്ടർ. ആൻഡ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എങ്ങോട്ടുള്ളത്, Z ഡയറക്ഷനിലാണ്. ഓക്കെ, നമുക്ക് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A ക്രോസ് B ആണ്. അതായത് ഏരിയ വെക്ടർ ക്രോസ് നമ്മുടെ എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏരിയ വെക്ടർ എങ്ങോട്ടാണുള്ളത്, നമുക്ക് ഈ ഒരു ഡയറക്ഷനിലാണ്, അതായത് Z ഡയറക്ഷനിലാണ്. ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, K ക്യാപ് ഡയറക്ഷനിലാണ്. നമ്മുടെ ഏരിയ ഉള്ളത് I ക്യാപ് ഡയറക്ഷനിലാണ്. അങ്ങനെ I ക്രോസ് K നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, I ക്രോസ് K ക്യാപ്, റൈറ്റ്, I ക്രോസ് K. സോ I J K. ഓക്കെ, സോ I ക്രോസ് K ആണെന്ന് പറയാം. നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ വരുമ്പോൾ പോസിറ്റീവ് ആണ് എടുക്കുക. സോ I ക്രോസ് K വിൽ ബി മൈനസ് J ക്യാപ്. സോ നമുക്ക് ഇതെല്ലാം കൂടി നമ്മുടെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോർക്ക് ഇസ് ഈക്വൽ ടു, എത്ര കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്, I, ഏരിയ എന്താണ് A B, എത്രയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് B, ആൻഡ് ദ ഡയറക്ഷൻ വിൽ ബി മൈനസ് J ക്യാപ്. ഇല്ല, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ A ഇങ്ങോട്ടാണ് ലൈക്ക് Z ഡയറക്ഷനിലാണ്, ക്രോസ് B. സോ ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, മൈനസ് J ക്യാപ് ഡയറക്ഷനിലാണ് നമ്മുടെ ദി ടോർക്ക് ഉണ്ടാവുക. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, ദെൻ വി കൻ ഈസിലി ഫിഗർ ഇറ്റ് ഔട്ട്, ദ ആൻസർ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് a charged particle with charge q mass m is moving with a velocity 160 meter per second in the region of magnetic field at an angle 60 degree with the direction of B, which is the magnetic field. The pitch of the helix formed. Okay, നമുക്ക് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട് വിചാരിക്കാം. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗോയിങ് ലൈക്ക് ദിസ്. ആ ഒരു സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ രീതിയിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ വിട്ടു, 60 ഡിഗ്രിയിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാ പോവുക, ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ആംഗിളിൽ പോകുകയാണെങ്കിൽ അതൊരു ഹെലിക്സ് ഫോമിലാണ് പോവുക. അങ്ങനെ ഹെലിക്സ് പോകുമ്പോൾ ഈ രണ്ട് ഹെലിക്സിന്റെ പിച്ച് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ,
നമുക്കറിയാം പിച്ച് ഡ്യൂ ടു എ ഹെലിക്സ് ഇസ് പിച്ച് ഡ്യൂ ടു ഹെലിക്സ് ഇസ് വി ക്രോസ് നമ്മുടെ ലൈക്ക് നമ്മുടെ ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ വിത്ത് ടോർക്ക് ഡ്യൂ ടു ദിസ് തിങ്. ഓക്കെ, നമ്മളത് ഇടുമ്പോൾ എന്തായിരിക്കും വി ക്രോസ് ടി ചെയ്യാം. വി ക്രോസ് ടി ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ പിച്ച് ക്യാൻ ബി വി എത്രയാണ് നമ്മുടെ 160 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, 160 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഇറ്റ് ഇസ് ഈ ഡയറക്ഷൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എത്രയായിരിക്കും ഇൻറ്റു കോസ് ഓഫ് 60, റൈറ്റ്, കോസ് ഓഫ് 60 ഇൻറ്റു നമ്മുടെ ഈ ടി കണ്ടുപിടിക്കും. ടി എന്താണ്, ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ 2πm/qb. ഓക്കെ, 2πm/qb. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ്, ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് 60 എത്രയാണ്, കോസ് 60 is equal to 1/2, right? cos 60 1/2 ആണ്. ആൻഡ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 160 πm/qb. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ ഇതിൽ വരുന്നത് എന്തായാലും നമ്മുടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇൻ ആൻ ആറ്റം an electron with charge E and mass m is revolving around the nucleus in a specific orbit with angular momentum L and equivalent magnetic dipole moment mu of that atom. Mu is equal to E minus E by 2m into angular momentum L, where E by 2m. ഇതിൽ E by 2m എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് നമ്മുടെ ഡൈപോൾ മൊമെന്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അതിൽ E by 2m നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. വാട്ട് ഇസ് ദാറ്റ് കോൾഡ്, ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. ഇതൊരു ലൈക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് അത് വായിച്ച ഓർമ്മയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ലൈക്ക് ഇതൊരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ വേറെ ഒന്നും ഓർമ്മിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യം അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. A solenoid of length 0.5 meter and radius 10 centimeter has 500 turns. If a current of 5 ampere flows through it, the magnetic field produced inside the solenoid will be. അപ്പോൾ നമുക്ക് സോളിനോയിഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോളിനോയിഡ്സിന്റെ ലെങ്ത്തും ഇതൊക്കെ തന്നിട്ടുണ്ട്. ഡയറക്ട്ലി ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിച്ചത്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, നമുക്ക് അറിയാം, B is equal to mu naught n by L into I. Okay, where n is the number of turns per നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് എവറിത്തിങ് വിൽ ഗെറ്റ് 6.28 into 10⁻³ Tesla. So option -3t will get 6.28 into 10⁻³ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമ്മളിവിടെ ഇതിൽ ജസ്റ്റ് നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ദിസ് വിൽ ബി mu naught കണ്ടുപിടിക്കുക, n by L എത്ര നമുക്കറിയാം, 500 by what is the length, 0.5 into current 5 ampere. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് 6.28 into 10⁻³. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിർത്താം. ഞാൻ സെഷൻ നിർത്തുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് നിങ്ങളിപ്പം 2023 എന്തായാലും CUET പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി CUET ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും. തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് അപ്ഡേറ്റ്സും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ 2024 CUET എഴുതുന്നുണ്ടെങ്കിൽ, അതായത് +1 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2024 വേണ്ടിയിട്ട് മറ്റൊരു വാട്സപ്പ് ലിങ്ക് കാണാം, അത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഈ CUET ജേണി നിങ്ങൾക്ക് എളുപ്പമായി തരാൻ വേണ്ടി Prepwise പലതരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. വെദർ ദാറ്റ് ഈസ് ഫ്രം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതായാലും ഏതൊരു ഡൊമൈനിലുള്ള കാര്യങ്ങൾ, അതിൽ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്ന ഒരു പാക്കേജിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്, നിങ്ങൾക്ക് മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റേഴ്സിന്റെ ഹെൽപ്പും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, CUET പേപ്പറിന്റെ ലെവൽ JEE ആയിട്ട് കമ്പയർ ചെയ്യണം. JEE ലെവൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്, ബട്ട് ഒരു ആവറേജ് പേപ്പറാണ്, ഒരു ഈസി ടു ആവറേജ് ആണ്.
JEE-യുടെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഡിഫിക്കൽട്ട് അല്ല, ബട്ട് കമ്പയറബിൾ ആണ്. ഡിഫിക്കൽട്ടി ലെവൽ നോക്കിയാണെങ്കിൽ നമുക്ക് ഒരു 0 to 10 സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ JEE ഒരു 8 നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യമില്ല, നമ്മുടെ CUET പേപ്പർ ഒരു 5 to 6 ആ റേഞ്ചിലും പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ നിർത്താം. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്. Hello everyone. So we are back again with target CUET 2023. നമ്മൾ കഴിഞ്ഞ വർഷത്തെ CUET പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ഒരു സെഷൻ ആണിത്. സോ ഇന്നത്തെ നമ്മൾ തൊട്ട് മുന്നേ ഒരു സെഷൻ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസോളം ചെയ്തു. ഇനി കുറച്ചും കൂടി നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് കൂടി നോക്കാം. സോ ഫിസിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, two long parallel conductors separated by a certain distance d carrying steady currents I1 and I2 are shown in the figure. Choose the correct statement. രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഒന്നില് രണ്ട് കറണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, ഒന്നിൽ ഒരു കറണ്ട് ഒരു ഡയറക്ഷനിലും മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ഇങ്ങനത്തെ കേസ് വരുമ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ രണ്ട് നമ്മുടെ കണ്ടക്ടിങ് റോഡ്സിലും ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് അപ്വേർഡ്സ്, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ലൈക്ക് ഇറ്റ് വിൽ ബി കൗണ്ടർ ക്ലോക്ക് വൈസ്. ഈ രണ്ട് കേസിൽ ഇത് ഈ ഒരു ഡയറക്ഷനിലും ഇത് ഈ ഒരു ഡയറക്ഷനിലും ആകുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടും ഒരേ ഡയറക്ഷനിലാകുമ്പോൾ അത് റിപ്പല് ചെയ്യും. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കേസ്, ഈ കേസിൽ എന്തായിരിക്കും? ഒന്ന് ഈ ഡയറക്ഷനിലും ഒന്ന് താഴോട്ട് പോകുന്നതുകൊണ്ട് എന്തായിരിക്കും? നമ്മുടെ തമ്പ് റൂൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറങ്ങാം. ഓക്കെ, ഈ ഒരു കേസിൽ എന്ത് ചെയ്യും? അത് അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ഫിഗർ ഔട്ട് ചെയ്യാം. ഫിഗർ 1 കണ്ടക്ടേഴ്സ് റിപ്പൽ ആൻഡ് ഫിഗർ 2 കണ്ടക്ടേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ കറക്റ്റ്? ഈ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ താഴെ തന്നിട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തേത് എന്താണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഗെറ്റ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ആവും. ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഗെറ്റ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ ഫെറോ മാഗ്നറ്റിക് ആണ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ആവുക ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തത് എന്താണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഗെറ്റ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വീക്ക്ലി എന്താവും? മാഗ്നറ്റൈസ് ആവും. നാലാമത്തത് എന്താണ്? സോഫ്റ്റ് അയൺ ഇസ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ദി കോർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്സ്. ഓക്കെ, സോഫ്റ്റ് അയൺ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റ്സിന്റെ കോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ എന്താണ്? ഫോർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് സ്മോൾ. ഇനി നമുക്ക് ഓരോന്ന് ശരിയാണോ തെറ്റാണോ നോക്കാം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താ സംഭവിക്കുക? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇസ് നോട്ട് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്. അപ്പൊ ഇത് തെറ്റാണ്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ആവുക. അപ്പൊ ബി ശരിയാണ്. സോ ബി ശരിയാണ്. ഇനി അടുത്തത് ഏതാണ്? സി നോക്കാം. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അറേഞ്ച്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. ഓക്കെ, അപ്പം അത് വീക്ക്ലി മാഗ്നറ്റൈസ് ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിയും കറക്റ്റ് ആണ്. അതായത് നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഓറിയന്റേഷൻ ആയിരിക്കില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറി നിൽക്കും ഇൻ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, ഇനി അടുത്തത് സോഫ്റ്റ് അയൺ ഇസ് എ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ഇലക്ട്രോമാഗ്നറ്റ്സ്. അതിന്റെ കാരണം എന്താണ്? അതൊരു ഫെറോ മാഗ്നറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഡിയും ശരിയാണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഫോർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ആൻഡ് സ്മോൾ, ബട്ട് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഇറ്റ്സ് നെഗറ്റീവ് ആൻഡ് സ്മോൾ. പോസിറ്റീവ് ആൻഡ് സ്മോൾ അല്ല, നെഗറ്റീവ് ആൻഡ് സ്മോൾ ആണ്. അപ്പൊ നമുക്ക് എയും ഇയും ഇൻകറക്റ്റ് ആണ്. സോ ബി സി ഡി ഇസ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ബി സി ഡി ഓൺലി ആണ് നമ്മുടെ കറക്റ്റ് ആൻസേഴ്സ്. സോ ഓപ്ഷൻ സി ഇസ് ആ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ എ സോളിനോയിഡ് ഇഫ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് ഡബിൾഡ്
then self inductance will become, നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇത് വെച്ചിട്ട് എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് is directly proportional to 1 by n square, or inversely proportional to square of number of turns. നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസിലി ആയിട്ട് ഈ ഒരു ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി 1 by 4 times its initial value. Okay, it will be it's not inversely proportional, directly proportional, so directly proportional to n square, so it will be 4 times of its initial value. Option D ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത് മാറിപ്പോയത്, ഇറ്റ് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് is directly proportional to n square, n into n mu n by l I എന്ന് വരും. അപ്പം നമുക്ക് അവിടുന്ന് സെൽഫ് ഇൻഡക്റ്റൻസ് ആകുമ്പോൾ നമുക്ക് മ്യൂവിന്റെ ഇത് വരുമ്പോൾ n square ആണ് നമ്മളവിടെ ആ ഇക്വേഷനിൽ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, the current in a coil falls from 5 ampere to 0 ampere in 0.1 second. If the average EMF induced is 200 volts, the value of self inductance in the coil is. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇതാണ്. നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫും സെൽഫ് ഇൻഡക്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, E is equal to L di/dt. di/dt നമുക്ക് E എന്താണ് തന്നിരിക്കുന്നത്, ആവറേജ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എത്രയാണ്, 200 ആണ്. ആൻഡ് di, അതായത് ഡിഫറൻസ് ഇൻ കറണ്ട് എത്രയാണ്, 5 minus 0 divided by 0.1. നമ്മളിത് ചെയ്യുമ്പോൾ L will be equal to 200 divided by 50, that is 4 Henry. So correct answer is option B, 4 Henry. Okay, so നമ്മുടെ കറക്റ്റ് ആൻസർ ബി ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ ടു എൽ ഡി ഐ ബൈ ഡി ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനില് എ ബൾബ് ആൻഡ് എൻ അയൺ കോർ ഇൻഡക്ടർ are connected to an AC source through a key as shown in the figure. The bulb glows with a certain brightness. Now iron rod is taken out of the inductor, then the brightness of the bulb will. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ ഒരു ഇൻഡക്ടർ RL സർക്യൂട്ട് ആണ്, ഇൻഡക്ടർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ് തന്നിരിക്കുന്നത്. ആ കേസിൽ നമുക്ക് ഒരു AC ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ അയൺ റോഡ് എടുത്ത് പുറത്തേക്ക് കളയുമ്പോൾ ഇതിന്റെ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ അയൺ റോഡ് എടുത്ത് പുറത്ത് കളയുമ്പോൾ നമ്മുടെ XL കുറയും, അതായത് നമ്മുടെ റിയാക്റ്റീവ് ഇൻഡക്റ്റൻസ് കുറയും. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ടോട്ടൽ ഇതെന്താവും, നമ്മുടെ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും, കറണ്ട് ഡ്രോപ്പ് ചെയ്യും. ആ കറണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബ്രൈറ്റ്നെസ് കുറയും. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ എന്താ നമ്മൾ എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ RL സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ട് ഇറ്റ്സ് RL സർക്യൂട്ട് അല്ലേ, R മൈനസ് XL സ്ക്വയർ എന്നാണ് വരിക. സോ അത് തമ്മിലുള്ള സിൻസ് നമ്മുടെ റിയാക്റ്റീവ് ഇൻഡക്റ്റൻസ് കുറയുമ്പോൾ നമ്മുടെ കറണ്ട് കുറയുന്നുണ്ട്, ദാറ്റ്സ് വൈ ദ ബ്രൈറ്റ്നസ് ഡിക്രീസസ്. ഓക്കെ, ബ്രൈറ്റ്നസ് നമുക്ക് കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിന്റെ SI യൂണിറ്റ് തന്നിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ, യു ക്യാൻ ഈസിലി ക്രാക്ക് ദിസ് വൺ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്കറിയാം ഇംപീഡൻസ് ഓം ആണെന്ന് അറിയാം, ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് വോൾട്ട് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ B4ഉം D2ഉം വരുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. C4 വരുന്നതും D2 വരുന്നതും, നമുക്ക് Bയും Cയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, Bയും Cയും മാത്രം നോക്കാം. ഇനി നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്തായിരിക്കും, ഹെൻറി. എക്സ്ക്യൂസ് മീ, ഇൻഡക്റ്റൻസ് വിൽ ബി ഹെൻറി, സെൽഫ് ഇൻഡക്റ്റൻസ് വിൽ ബി ഹെൻറി ആൻഡ് മാഗ്നറ്റിക് വിൽ ബി വെബർ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. വളരെ ഈസി ആയിട്ടുള്ള SI യൂണിറ്റ്സ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മാർക്ക് 3 മാർക്ക് 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിരിക്കുന്നത് എ 50 ohm resistance and an inductance of 2/3 pi Henry are connected in series with power supply of 220 volts AC of 50 Hz. Choose the correct statement. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വീണ്ടും ഒരു RL സർക്യൂട്ട് ആണ്, റെസിസ്റ്റീവ് ഇൻഡക്റ്റൻസ് സർക്യൂട്ട് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് RL സർക്യൂട്ടിലെ ഫേസ് എത്രയാണെന്ന് നോക്കാൻ മതി.
സോ ഇതൊരു RL സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ എന്തായാലും സംഭവിക്കുക, കറണ്ട് ലീഡ് ചെയ്യും അല്ലെ, സോറി പൊട്ടൻഷ്യൽ ലീഡ് ചെയ്യും കറണ്ടിനെ കാട്ടും. ഓക്കെ, അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായാലും ലീഡ് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് ഇതിന്റെ നമ്മുടെ ഫേസ് ലൈക്ക് ഈ നമ്മുടെ ഫേസ് ആംഗിൾ എത്ര നോക്കുകയാണെങ്കിൽ, ഫേസ് ആംഗിൾ ദിസ് ഫൈ ഇസ് എത്ര നോക്കുകയാണെങ്കിൽ ഇത് XL/R ആണ്. സോ XL എത്രയാണ്, ഒമേഗ L ഡിവൈഡഡ് ബൈ R. വാട്ട് ഇസ് R? R is 50. ഓക്കെ, XL ഒമേഗ എന്താണ് 2πf. സോ ഇതൊക്കെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π ഇൻറ്റു എഫ് എത്രയാണ് 50 ഹേർട്സ് ഇൻറ്റു നമ്മുടെ L എത്രയാണ് 2/3π ഡിവൈഡഡ് ബൈ 50. സോ ക്യാൻസലിങ് ഇറ്റ് വിൽ ബി 4/3. സോ നമ്മുടെ ഫൈ എത്രയാണ് 4/3. ടാൻ ഇൻവേഴ്സ് ടാൻ ഫൈ എത്രയാണ് 4/3. സോ ദ പൊട്ടൻഷ്യൽ ലീഡ്സ് ദ കറന്റ് ബൈ ടാൻ ഇൻവേഴ്സ് 4/3. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, നമ്മുടെ ജസ്റ്റ് നമ്മുടെ RLC സർക്യൂട്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് given figure shows a plane coil moving with velocity v with respect to north pole of a bar magnet. The correct interpretation of induced EMF is given in which figure? Okay, നമുക്ക് തന്നിരിക്കുന്ന ഒരു ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി v. അതുപോലെ തന്നെ ഒരു കോയിലിൽ നമ്മുടെ കറണ്ട് കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ലൈക്ക് ലെൻസസ് ലോ പ്രകാരം എന്താണ് പറയുന്നത്, ഒരു ചേഞ്ചിനെ അത് റെസിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇപ്പൊ നമ്മുടെ നോർത്ത് പോള് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും, അവിടെ ഒരു പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആവണം. അപ്പൊ എന്തായിരിക്കും, ഒരു നോർത്ത് പോൾ പോകുന്നത് തടയണമെങ്കിൽ ഇവിടെ ഒരു സൗത്ത് പോൾ വെച്ചിട്ട് അത് അട്രാക്ട് ചെയ്യിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ചെയ്യേണ്ടത്. അതായത് ലെൻസസ് ലോ പ്രകാരം എന്തായിരിക്കും സംഭവിക്കേണ്ടത്, ഇതിന്റെ ഓപ്പോസിറ്റ്, ഇതിന്റെ ഈ ഒരു ആക്ഷന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ നടക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് നോക്കാം, നമ്മുടെ ഇഫ് നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണോ നോക്കാം. അതായത് നമ്മുടെ ബാർ മാഗ്നറ്റ് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം, ഇവിടെ സൗത്ത് പോള് വരണം. ഈ ഇൻഡ്യൂസ്ഡ് EMF കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടണം ഈ ഒരു മൂവ്മെന്റിന്. അപ്പം അത് കാരണം ഇവിടെ സൗത്ത് പോള് ആയിട്ട് വരണം. സൗത്ത് പോൾ ആവണമെങ്കിൽ എന്തായിരിക്കണം, എന്തായിട്ട് ആക്ട് ചെയ്യണം, അത് കൗണ്ടർ ക്ലോക്ക്, സോറി സൗത്ത് പോൾ ആകുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ഷുഡ് ബി എസ് എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ട് ആണ് ഈ ഒരു EMF ഇൻഡ്യൂസ്ഡ് ആവേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ഇത് ക്ലോക്ക് വൈസ് ആണോ? യെസ്, ഇറ്റ്സ് ക്ലോക്ക് വൈസ്. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയോ ഓൾറെഡി, ബട്ട് നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻ നോക്കാം. എന്തായാലും ഇത് തെറ്റാണ് നമുക്ക് ഒറ്റ നോട്ടത്ത് പറയാൻ കാരണം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF എന്തായാലും ഉണ്ടാവും. കാരണം ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഓക്കെ, ഈ ഒരു കേസിൽ ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ഇതിവിടെ നോർത്ത് പോളാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്, പക്ഷെ ഇത് അട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇത് ഇങ്ങോട്ട് പോകുന്നതായുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. ആൻഡ് ഇൻ ദിസ് കേസ് ദിസ് ഇസ് നോട്ട് മൂവിങ്, ഇറ്റ് ഇസ് മൂവിങ് ദാറ്റ് വേ. ആൻഡ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFഉം ഇവിടെ ഈ ഒരു വഴിക്ക് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റിൽ ചോദിക്കുന്നത്, ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ്. ഇറ്റ്സ് എ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഗാമ റേസ് ആൻഡ് എക്സ് റേസ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് ദർ ഇസ് നോ ട്രിക്ക് ടു റിമെമ്പർ. അതായത് നമുക്ക് ഇത് ആലോചിച്ച് വെക്കാൻ വേറെ വഴിയൊന്നുമില്ല. വി ഹാവ് ടു നോ ദിസ് തിങ്. ഈ ഫാക്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. And then next question, 2 electromagnetic waves have frequencies 4 × 10⁻14 hertz and 8 × 10⁻14 hertz. The ratio of their speed in air. നമുക്കറിയാം for എന്താണ് ഫ്രീക്വൻസി ഇൻറ്റു നമ്മുടെ ലാംഡ വേവ് ലെങ്ത് ആണ് നമ്മുടെ സ്പീഡിന്റെ ഇക്വേഷൻ. ഓക്കെ, ആ ഒരു കേസിൽ വരുമ്പം ഇതിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ μ1/μ2 is equal to f1/f2, that is 4/8, that is 1/2. So correct answer is option A. It's very easy question. Okay, ഈ ഇക്വേഷൻ ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. Okay, and now let's go to the
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇതിൽ നമുക്ക് ഈ ഒരു മ്യൂ ഈക്വൽ ടു എഫ് ലാംഡ പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ കവർ ചെയ്തു. സോ വി ഹാവ് ഓൾമോസ്റ്റ് ഒരു 12 സെഷനായി നമ്മൾ മുന്നേ ലൈക്ക് 2022 CUT പേപ്പർ സോൾവ് ചെയ്യുന്നു. ഓക്കെ, വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ്? ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതിനും ഉപരി നിങ്ങൾക്ക് CUT വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ സിലബസ് എന്താണെന്ന് അറിയാം. ആ സിലബസ് അനുസരിച്ച് പഠിക്കാൻ നോക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ലൈക്ക് നിങ്ങളിപ്പം 2023 CUT അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് 2023 +1 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് 2024 മറ്റൊരു വാട്സപ്പ് ലിങ്ക് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ സൈനപ്പ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. പിന്നെ തീർച്ചയായും Prepwise നിങ്ങളുടെ സഹായത്തിനായിട്ടുണ്ട്. അപ്പം നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോഴ്സസും കാര്യങ്ങളും അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഹാപ്പി ലേണിംഗ് ആൻഡ് ബൈ ബൈ ഫോർ ദിസ്. ഹലോ എവരിവൺ, അപ്പോൾ ടാർഗറ്റ് CUT 2023 എവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് 2022 CUT ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യായിരുന്നു. ഫിസിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ 2023 CUT പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെഷൻ തീർച്ചയായും സഹായിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് എ ബീം ഓഫ് ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 വേവ് ലെങ്ത് 500 Armstrongs and 5000 Armstrongs and 6000 Armstrongs is used to obtain interference fringes in Young's double slit experiment. Okay, the least distance from the central maxima where the bright fringes due to both wavelengths coincide will be. ഓക്കെ, അപ്പൊ രണ്ട് ഇത് കാരണവും നമുക്ക് ഫ്രിഞ്ചസ് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ എ ബ്രൈറ്റ് ഫ്രിഞ്ച് ബീറ്റ എന്താണ് നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്? ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി, എൻ ലാംഡ ഡി ബൈ ഡി എന്ന് പറയാം. ഓക്കെ, ഒരു ലാംഡ ഡി ബൈ ഡി, ഇത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോം ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ് us assume the mth fringe of 5000 ഇത് m1 beta 1 m beta 1 is coincides with nth fringe of 6000 Armstrongs. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇത് രണ്ട് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഈക്വലും ആവണം അല്ലേ? അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് എന്ത് എഴുതാം? m lambda 5000 Armstrong into d by d. So it is 1 mm separation and 1 meter. 1 meter divided by 1 mm is equal to n എത്രയാണ് നമ്മുടെ 6000 Armstrong into 1 meter by 1 mm. നമ്മൾ ഇതിന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ, അതായത് 5000ന്റെയും 6000ന്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 30 ആണ്. സോ 30 ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, അതായത് എന്നും എമ്മും ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എൻ ആൻഡ് എം ഷുഡ് ബി ഹൗ മച്ച് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ആ ഒരു കേസിൽ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്നും എമ്മും എത്രയാവണം? 6/5 ആകുമ്പോൾ നമുക്ക് ഒരു 30 വരണമില്ല. സോ LCM is 34. എം ആൻഡ് ഇത് രണ്ടും 5000ന്റെയും 6000ന്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 30 അല്ലേ? യെസ്, ഇറ്റ്സ് 30. ഓക്കെ, അങ്ങനെ കേസ് ഇറ്റ്സ് 3. ഓക്കെ, ആ ഒരു കേസ് വരുമ്പോൾ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് m by n is equal to റെസ്റ്റ് ഓൾ ക്യാൻസൽ ആയിപ്പോൾ 6000 divided by 5000, that is 5/6/5. അപ്പം ഇത് തമ്മിലുള്ള ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എമ്മും എന്നും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ദ മിനിമം ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ മാക്സിമം വിൽ ബി, ഇത് തമ്മിലുള്ള LCM എടുക്കുമ്പോൾ നമുക്ക് 30 കിട്ടി. സോ ഇറ്റ് വിൽ ബി 3 mm. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഇതിന്റെ രണ്ടിന്റെ മിനിമം സംഭവമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് മിനിമം ആവുകയാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 3
Yeah, ratio it will be 6/5. ആ ഒരു കേസിൽ നമുക്ക് ഇവിടെ 6 when we substitute the 6/5 over here, so m will be m by n is equal to 6/5, so m will be n into 6/5. Okay, so it cancels off 10,000 and രണ്ടും ഈക്വൽ. അപ്പം ഈ ഒരു ഇത് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3 mm ആണ് നമ്മുടെ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രം ദ സെൻട്രൽ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ ആൻ ഇന്റർഫറൻസ് പാറ്റേൺ ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ടു വേവ്സ് ഇസ് 9/25. Then the ratio of their maximum intensity to minimum intensity is. So നമുക്കറിയാം I max by I min എത്രയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? I max by I min is root I1 plus root I2 divided by root I1 minus root I2 whole square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we'll get it as 5 plus 3 divided by 5 minus 3 whole square, that is 4/1 whole square, that is 16:1. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രിസത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ദർ ഇസ് എ പ്രിസം, അതിന്റെ മിനിമം ഡീവിയേഷൻ പൊസിഷനിലാണ് നമ്മുടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മിനിമം ഡീവിയേഷൻ പൊസിഷൻ ആകുമ്പോൾ എന്തായിരിക്കണം? മിനിമം നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്തോറും നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താകും? കുറയും. ഇത് മിനിമം ഡീവിയേഷനിൽ എത്തണമെങ്കിൽ, അതായത് ഇത് നമ്മുടെ ഡെൽറ്റയിൽ എത്തണമെങ്കിൽ ഐ ഷുഡ് ബി ഈക്വൽ ടു ആർ. ആ ഒരു കേസിൽ എന്തായിരിക്കും? ഐ ഈക്വൽ ടു ആർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഉള്ളിലുള്ള റിഫ്രാക്റ്റഡ് റേ ഇൻസൈഡ് ദ പ്രിസം എന്തായിരിക്കും? ബ്രേസിന് പാരലൽ ആവും. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 5 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് പ്രിസം വിൽ ബിക്കം 0. ആബ്സല്യൂട്ട്ലി നോട്ട്. അപ്പൊ a/2 ആണ് ആംഗിൾ ഓഫ് പ്രിസംന്റെ പകുതിയാണ് ആവുക. ഓക്കെ, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് റിഫ്രാക്ടിംഗ് സർഫസ് R1 is equal to the angle of refraction at the second refractive surface. അതായത് ഈ ഒരു ആംഗിളും ഈ ഒരു സർഫസിലെ ആംഗിളും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ട്രൂ. ഓക്കെ, ഈ ഒരു ഫിഗർ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ മതി. റിഫ്രാക്റ്റഡ് റേ ഇൻസൈഡ് ദ പ്രിസം ഇസ് പാരലൽ ടു ദ ബേസ് ഓഫ് ദി പ്രിസം. അത് നമ്മൾ ഇവിടുന്ന് ആദ്യം പറഞ്ഞു. സോ ഓപ്ഷൻ സി ഈസ് ഓൾസോ കറക്റ്റ്. ആംഗിൾ ഓഫ് എമർജൻസ് is equal to the angle of incidence. അപ്പൊ ഈ കറക്റ്റ് ആണ്, ഡി റോങ് ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 0.55 with both the surfaces of the same radius of curvature has focal length 20 cm. The radius of curvature of the surface will be. നമുക്ക് ഇവിടെ ഒരു ലെറ്റ് us subsume a line. ആ ലൈനിൽ അവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ് എന്നാണ് പറഞ്ഞത്. സോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലെൻസ് ഉണ്ട്. സപ്പോസ് ഇവിടെ R1 ഇവിടെ R2 ആണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? R1 is equal to R2. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പ്രകാരം 1/f is equal to refractive index minus 1 into 1/R1 plus 1/R2. ഇത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ദിസ് സൈഡ് വിൽ ബി പോസിറ്റീവ്. ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് എന്ത് എഴുതാം? R1 minus R2. ഓക്കെ, അപ്പോൾ 1/f ഫോക്കൽ ലെങ്ത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.55 minus 1 into 1/, ഒരു സൈഡിൽ R ആണ്, മറ്റേ സൈഡിൽ നെഗറ്റീവ് R ആയിരിക്കും. 1/-R. സോ ദിസ് വിൽ ബി 2R. ഇത് 2R ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? 1/20 സെന്റിമീറ്റർ is equal to 0.55 into 2 divided by R. So ഇത് നമ്മൾ ആറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി R is equal to 20 into 2 into 0.55. So that is 22 centimeter. Option B is the right answer. നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അറിയെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിനൊരു റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫെയർലി ഈസി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പം ഒരു സൈഡിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തന്നിട്ടുണ്ട്. കോൺവെക്സ് മിറർ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എവിടെ നടക്കുന്നു, സീലിയറി മസിൽസ് എന്താണ്, ആൻഡ് കാസിഗ്രേൻ ടെലസ്കോപ്പ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. മറ്റേ സൈഡിൽ അതിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് തന്നിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂഷ്വലി കോൺവെക്സ് മിറർ യൂഷ്വലി നമ്മുടെ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാറുകളിലെ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിനോമിന നടക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ അകത്താണ്. ഓക്കെ, സോ ലെറ്റ്സ് സി എ ഇസ് 4 ആൻഡ് ബി ഇസ് 3. സോ നമുക്ക് ബിയും സിയും ബി സി ഡി ആണ് നമ്മൾ നോക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ് കാസഗ്രെയിൻ ടെലസ്കോപ്പ് എന്താണ്? ഒരു റിഫ്ലക്റ്റീവ് ടൈപ്പ് ഓഫ് ടെലസ്കോപ്പ് ആണ്. സോ ഡി ഇസ് 2. സോ എ ഇസ് 4, sorry, A is 4, B is 3 and C is Cassegrain this is 2. So option B ആണ് നമ്മുടെ കറക്റ്റ് ആൻസേഴ്സ്. നമുക്ക് എല്ലാത്തിനും ആൻസർ അറിയണമെന്നില്ല. നമുക്ക് ഈ രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടിയിരുന്നു. ഓക്കെ, ഈ കോൺവെക്സ് മിറർ എന്തിനു ഉപയോഗിക്കുന്ന, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കുന്നത് നമുക്ക് അറിയെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി. ബാക്കി രണ്ടും നമുക്ക് അറിയില്ലെങ്കിലും വിഷയമില്ല. അതാണ് ഈ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ലൈക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് നമ്മളത് കെയർഫുൾ ആയിരിക്കണം എങ്ങനെയാണ് അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റിൽ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലെൻസസ് തന്നിട്ടുണ്ട്. അതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുന്നു. സോ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വൺസ് അഗെയിൻ 1/f is equal to mu minus 1 into 1/r1 minus 1/r2 for lenses. So let's take the plano convex lens ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഓരോ കേസസിന് ഇവിടെ R1 ഉം R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്ലാനോ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ R1 is equal to infinity, R2 കോൺകേവ് R2 is negative. അപ്പം ആ ഒരു കേസിൽ എന്ത് എഴുതാൻ പറ്റും? അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1/f is equal to ഇവിടെ ഇത് നമുക്ക് mu ആയിട്ട് n എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബേസിക്കലി. സോ mu minus 1 into 1/infinity minus 1/, it's negative, it's positive actually. So 1/r. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f is equal to minus r by mu minus 1, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 1 minus mu, r by 1 minus mu. So this will be r by 1 minus mu. This will be 1. Okay, അപ്പം നമുക്ക് ഓപ്ഷൻ ഡി നമ്മൾ ചെയ്തു. ഇനി അതേപോലെ തന്നെ ഓരോന്ന് ചെയ്ത് നോക്കാം. ഡബിൾ കോൺകേവ് ലെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴേക്കും ഒന്ന് നെഗറ്റീവ് വരും, R1 നെഗറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്, ഇവിടെ 2 വരും. കാരണം ഇത് രണ്ട് ടൈംസ് this will be r minus r minus r, so it will be 2 minus 2r. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2r by 1 minus mu. So that will be option 4. Let's see. From D option 4 D1 ഉം C option 4 ഉം വരുന്ന ഓപ്ഷൻ ബി മാത്രമാണ്. സോ നമുക്ക് മറ്റേ രണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് അതുകൊണ്ട് ചെയ്തോ. കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ എന്തായിരിക്കും? R1 ഇൻഫിനിറ്റിയും കോൺവെക്സ് ആകുമ്പോൾ ഇവിടെ നെഗറ്റീവും വരും. So it will be positive. That will be r by mu minus 1. So then B will be r by mu minus 1. That will be 3. And obviously this will be 2. Okay, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വൺസ് അഗെയിൻ ഈസി ആയിട്ട് ആൻസേഴ്സ് സ്കോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് യൂസിംഗ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് അറ്റ് എ പോയിന്റ് ഓൺ ദ സ്ക്രീൻ വെർ പാത്ത് ഡിഫറൻസ് ലാംഡ ഇസ് k units. Okay, what is the intensity of the light at a point where path difference is lambda by 3? ഓക്കെ, നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമുക്കറിയാം ഇന്റൻസിറ്റി ഇക്വേഷൻ I is equal to I1 plus I2 plus 2 root I1 I2 cos phi. ഓക്കെ, ഇതിൽ നമുക്ക് phi എന്താണ്? Phi is equal to 2 pi by lambda into x, where x is the path difference. അപ്പൊ ഇവിടെ ലാംഡ ആയിരുന്നപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത്? phi will be 2 pi. ആ കേസിൽ നമുക്ക് I എത്രയാണ് കിട്ടുന്നത്? അപ്പം ആ കേസിൽ I is equal to 4i നോട്ട് എന്ന് എടുക്കാം. I naught which is equal to k. ഓക്കെ, അത് k ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത കേസിൽ എന്താണ്? നമ്മുടെ ഫേസ് എത്രയാണ്? x എത്ര വരുന്നത്? ലാംഡ ബൈ 3. സോ ദാറ്റ് ഈസ് 2 pi by 3. 2 pi by 3 വരുമ്പം cos phi എത്രയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് 1/2, റൈറ്റ്? 1/2, നെഗറ്റീവ് 1/2. സോ ഇറ്റ് വിൽ ബി I will be k dash എടുക്കുമ്പോൾ that will be I naught. This will be I plus I minus I. So I naught.
So k by k dash എന്തായിരിക്കും? K by k dash will be 4 by 1. Okay, so that will be k by 4. K dash will be equal to k by 4. Option B is the right answer. നമുക്ക് ഈ ഒരു ഫോർമുല അറിയെങ്കിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലും ഫുൾ മാർക്ക് അടിക്കും. ദാറ്റ് സിമ്പിൾ. ഓക്കെ, ഈ ഒരു ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, വേർ ഇന്റൻസിറ്റി ഓഫ് എ ലൈറ്റ് അറ്റ് എ ഗിവൺ പോയിന്റ് എന്താണ്? I is equal to I1 plus I2 plus 2 root I1 I2 cos phi, where cos phi is the phase angle, okay, or the phase difference. Okay, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈസി ആയിട്ട് ആൻസർ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് the interference pattern is said to be sustained if a point if the position and intensity of fringes remain same throughout on the screen. For sustained interference, what are the conditions? ഒരു sustained interference നടക്കാൻ വേണ്ടി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സൈസ് ഓഫ് സ്ലിറ്റ് മസ്റ്റ് ബി ലാർജ്. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. അതായത് ഈ സ്ലിറ്റിന്റെ സൈസ് ഏറ്റവും കുറവായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ടു സോഴ്സസ് മസ്റ്റ് ബി കോഹറന്റ്. അത് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഷുഡ് ബി കോഹറന്റ്. ഇനി അടുത്തത് സി സ്ക്രീൻ മസ്റ്റ് ബി വെരി ക്ലോസ് ടു സ്ലിറ്റ്സ്. ഇറ്റ്സ് നോട്ട്, അത് ഇമ്പോർട്ടന്റ് അല്ല. കാരണം ഇത് റേഞ്ചിലും മറ്റേ സ്ക്രീന് മീറ്റർ റേഞ്ചിലുമാണ് യൂഷ്വലി കീപ്പ് ചെയ്യാറുള്ളത്. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് കറക്റ്റ്. ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് മസ്റ്റ് ബി സ്മോൾ. ദാറ്റ് ഇസ് കറക്റ്റ്. ആൻഡ് okay, so our answer will be B and D. This is also wrong. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, സെയിം മീനിങ് ആണ് വരുന്നത്. സോ B and D are the correct answer. So option C ആണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ YDSC എങ്ങനെ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് ഓൾസോ ഫെയർലി ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കൺവേർജിംഗ് ബീം ഓഫ് റേ ഈസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് ലെൻസ്. ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ ലെൻസ് ദ റേ കൺവേർജസ് 15 centimeter ഫ്രം ദി ലെൻസ് ഓൺ ദി അതർ സൈഡ്. If the lens is removed, the converging point of the ray decreases by 5 centimeter. Then the total focal length of the lens. അതായത് നമുക്കിവിടെ ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. സോ ദർ ഇസ് എ കോൺകേവ് ലെൻസ്. ആദ്യം നമുക്കൊരു ഈ ലെൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് 15 സെന്റിമീറ്ററിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. 15 സെന്റിമീറ്റർ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പാസിംഗ് ത്രൂ എ ലെൻസ്, അത് എത്രയാണ്? 10 സെന്റിമീറ്ററിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു കേസിൽ എന്താണ് ഫോക്കൽ ലെങ്ത്? ഈസി. 1/f is equal to 1/v minus 1/u. വിയും യു അറിയാം. വി എത്രയാണ്? ഇമേജ് ഫോം ചെയ്തത് എവിടെയാണ്? 15 സെന്റിമീറ്ററിലാണ്. ഓക്കെ, വേർ ഇസ് ദ നമ്മുടെ ഒബ്ജക്ട്, ലൈക്ക് ഒബ്ജക്ട് എവിടെയാണ് ഫോം ചെയ്തത്? ദാറ്റ് ഇസ് 10 സെന്റിമീറ്ററിലാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ദാറ്റ് വിൽ ബി 2 and it will be 30. This will be 3. It will be 30. So it will be minus 1/30, or f is equal to minus 30 centimeter. Focal length 30. Option C. നമ്മുടെ ഈസി, നമ്മുടെ ഈ ഒരു ഫോർമുല 1/f is equal to 1/v minus 1/u എന്ന് പറഞ്ഞ ഈ ഒരു നമ്മുടെ 10th തൊട്ടേ പഠിക്കുന്ന ഫോർമുല നമുക്ക് അറിയെങ്കിൽ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, minus 30 centimeter. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ കൈനറ്റിക് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഹാവിംഗ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ട്രിപ്പിൾ ദെൻ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ബിക്കംസ്. അതായത് നമുക്ക് ആദ്യം ഒരു ലാംഡ കൈനറ്റിക് എനർജി ഉണ്ടാകുമ്പോൾ നമുക്ക് ലാംഡ വേവ് ലെങ്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജി k ആണെങ്കിൽ 3 ലാംഡ ഉണ്ടാകുമ്പോൾ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കറിയാം ലാംഡ ഇസ് ഈക്വൽ ടു നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ചിട്ട് h/√2m(e), where e is the kinetic energy. അപ്പൊ എന്താ സംഭവിക്കും? ഇഫ് ഇറ്റ് ഇസ്, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലാംഡ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/√(e). സോ ഇതെന്ത് സംഭവിക്കും? ഇഫ് ഇത് ട്രിപ്പിൾസ് ആവുമ്പോൾ ലാംഡ ബൈ ലാംഡ ഡാഷ് വിൽ ബി ഈക്വൽ ടു 1/√3, or lambda by √3 is equal to lambda dash എന്ന് വരും. ഓപ്ഷൻ സി is the right answer. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെഷൻസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. സോ നമ്മൾ റേറ്റ് ചെയ്യാം. ലൈക്ക് നമുക്ക് ഇതൊരു 0 to 10 സ്കെയിൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 6 or 7.
വളരെ ഈസി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മുടെ ഫോർമുല ബേസ്ഡും കോൺസെപ്റ്റൽ ബേസ്ഡും ആയിട്ട് മാത്രമേ നമുക്ക് 2022 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർമുലാസ് എന്തായാലും മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണം. ഫോർമുല ബേസ്ഡ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് CUET 2023, അതായത് നിങ്ങൾ +2 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും ടിപ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് CUET അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. ഇനി +1 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, 2024 CUET മറ്റൊരു ഗ്രൂപ്പും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ Prepwise നിങ്ങൾക്ക് പലതരത്തിലുള്ള കോഴ്സസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. Prepwise പ്രൊവൈഡ് ചെയ്യുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ നമുക്ക് ഏത് ഡൊമൈനിലാണ്, സയൻസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് ഡൊമൈനിലാണ് നിങ്ങൾക്ക് പോകണം എന്നുള്ളത്, ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ CUET ക്രാക്ക് ചെയ്യണം. അതിനൊപ്പം Prepwise കൂടെ തന്നെയുണ്ട്. നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ കൂടുതൽ അപ്ഡേറ്റ്സ്, എങ്ങനെ CUET രജിസ്റ്റർ ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോംസ് എപ്പം റോൾ ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് CUET അപ്ഡേറ്റ്സ് പെട്ടെന്ന് കിട്ടും. തീർച്ചയായും വാട്സപ്പ് ഗ്രൂപ്പും നമ്മുടെ കോഴ്സസ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ബൈ ബൈ. ഹലോ എവരിവൺ. സോ ടാർഗറ്റ് CUET 2023 മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് CUET 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ സൊല്യൂഷൻസ് ചെയ്തു നോക്കുകയായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് 2023 CUET പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് ഒരു ബ്രീഫ് ഐഡിയ കിട്ടും ഈ ഒരു സെഷനിലൂടെ. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ഏത് ബേസ്ഡ് ആണ് വന്നത് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻസ് പിക്ചർ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പം ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, എ, മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് ലീനിയർലി ഓൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, രണ്ടാമത്തത് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് linearly on intensity of incident radiation. The photoelectric current is independent of intensity of incident radiation. Intensity of incident radiation is directly proportional to the frequency of radiation. So from this, ഇതിൽ നമുക്കറിയാം E is equal to h nu എന്നാണ് നമ്മുടെ ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. So that means the maximum kinetic energy of electron depends linearly on the ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇത് വളരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ദ ഫോട്ടോൺ പിക്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ്. അപ്പം ഫോട്ടോൺ എന്ന കോൺസെപ്റ്റ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈച്ച് ഫോട്ടോൺ ഹാസ് എനർജി ആൻഡ് മൊമെന്റം. Each photon moves with the speed of light in vacuum. Photons are electrically neutral. In a photon-electron collision, the total energy and total momentum is not conserved. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഫോട്ടോൺ എന്ന പിക്ചർ വരാൻ കാരണം തന്നെ എന്താണ്? ഡുവൽ നേച്ചർ ഓഫ് ദി വേവ്സ് ആണ്. അപ്പം അതിന് എനർജിയും ഉണ്ട്, മൊമെന്റവും ഉണ്ട്. സോ ദിസ് ഇസ് കറക്റ്റ് ആക്ച്വലി. രണ്ടാമത്തത്, ഫോട്ടോണിന് ലൈറ്റിന്റെ അതേ സ്പീഡാണ്. യെസ്, ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഇനി അടുത്തത്, ഫോട്ടോൺ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ദാറ്റ്സ് ഓൾസോ ട്രൂ. അപ്പം നമുക്കറിയാം, ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് എന്ന് ഓപ്ഷൻ പറയാം. കാരണം ഒരു കൊലീഷൻ നടക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി മൊമെന്റും കൺസേർവ്ഡ് ആണ്. ഫോട്ടോൺ ഇലക്ട്രോൺ കൊലീഷൻ നടക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി ആൻഡ് മൊമെന്റം ഇസ് കൺസേർവ്ഡ്. അപ്പം നമ്മുടെ ഇതിലെ ഇൻകറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഇൻ എ ഫോട്ടോ ഇലക്ട്രോൺ കൊലീഷൻ ദ ടോട്ടൽ എനർജി ആൻഡ് ടോട്ടൽ മൊമെന്റം ആർ നോട്ട് കൺസേർവ്ഡ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വിച്ച് ദ റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ന്യൂക്ലിയർ ഡിനോട്ടഡ് ബൈ T half. ഇപ്പൊ T half ആണ് നമ്മുടെ ഒരു ഹാഫ് ലൈഫിനെ ഡിനോട്ട് ചെയ്യുന്നത്.
half life is denoted by T half. The average life of a radio is denoted by tau. Average life, okay, tau ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമുലാസ് അറിയാലോ. T half എന്താണ്? ln2 by lambda and ഇതെന്താ ആവറേജ് ലൈഫ് എന്താണ്? 1 by lambda. സോ ഇത് നമ്മളുള്ള റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 T half is equal to tau into ln2. ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ വരിക. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈസി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ഇഫ് വി നോ ഈ ഇതിന്റെ ഹാഫ് ലൈഫും ആവറേജ് ലൈഫിന്റെ ഫോർമുലാസ് നമുക്കറിയെങ്കിൽ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് എനിവേസ് ഇനി ഏത് കേസിലാണെങ്കിലും ആവറേജ് ലൈഫും ഹാഫ് ലൈഫും തമ്മിലുള്ള ഇതിപ്പം റേഡിയോ ന്യൂക്ലിയഡ് ആവണമെന്നില്ല, ഒരു റിയാക്ഷൻ ആണെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിലും അതിന്റെ ഓൾമോസ്റ്റ് ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, in a specific condition obviously. Okay, but T half is equal to, sorry, it will be this, the option A is the right answer, not option B. T half is equal to tau ln2. Okay, next question. Arrange the following steps in working a photodiode in sequential order of their occurrence. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നതിന്റെ സീക്വൻഷ്യൽ ഓർഡർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവിക്കണ്ടേ? ആദ്യം എന്ത് വരണം? ലൈറ്റ് വരണം. സോ ഇലൂമിനേഷൻ ഓഫ് ദി ലൈറ്റ് വിത്ത് ലൈറ്റ്, അതാണ് ഒന്നാമത്തത്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്ത് സംഭവിക്കണം? ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി 2. അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ വിൽ ബി ദ സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് വിൽ ബി ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ. ഈ ഫോട്ടോൺ വന്ന് ഇവിടെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോൺ നോക്ക് ആവും. അപ്പൊ അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ആവും. സോ ദാറ്റ് വിൽ ബി ദ തേർഡ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം this electron hole pair will get separated. ഇത് രണ്ടും സെപ്പറേറ്റ് ആയി പോകും, കാരണം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി ദ ഫോർത്ത് വൺ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ വിൽ ബി കളക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ n and holes on p side. ഓക്കെ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയി രണ്ട് സൈഡിലേക്ക്, n സൈഡിലേക്ക് p സൈഡിലേക്ക് മാറും. സോ ദ ഓർഡർ ഈസ് C B A D E. C B A D E. Option B is the correct answer. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ കോൺസെപ്റ്റ്, ഫോട്ടോ ഡയോഡിന്റെ കോൺസെപ്റ്റ് അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, റിലേറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോർ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ the audio signal voltage across the collector resistance of 2 kilo ohm is 2 volt. Okay, suppose the current amplification factor is 100, the base resistance is 1k kilo ohm, the input signal voltage will be. അതായത് നമുക്ക് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട്, അതിന്റെ കളക്ടർ റെസിസ്റ്റൻസ് 2 കിലോ ഓമും അതിന്റെ വോൾട്ടേജ് അതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 2 വോൾട്ടുമാണ്. കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വിൽ ബി I alpha by I beta is equal to 100 എന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ നമുക്ക് ബേസ് റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? ബേസ് റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ആസ് R base is given as 1000 ohm and also നമുക്ക് R collector resistance എത്രയാണ് തന്നിരിക്കുന്നത്? that is 2000 ohm. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടുന്ന് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് നമുക്കറിയാം V output by V input is equal to എന്താണ്? ബീറ്റ ഇൻറ്റു RC by RB അല്ലേ? V ഔട്ട്പുട്ട് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്, 2 വോൾട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ VI നമുക്ക് കണ്ടുപിടിക്കണം. സോ VI ഈ ബീറ്റ, അതായത് നമ്മുടെ ഗെയിൻ ഫാക്ടർ, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ is 100 into this, how much it is? RC is 2000 and RB is 1000. So this is 2 and VI എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം? So VI will be 0.01 volt. So correct answer is option D. ഇത് നമുക്ക് ഈ ആംപ്ലിഫിക്കേഷൻ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമ്മൾ ഇതിന്റെ ഇത് വെച്ച് ചെയ്യുന്നു, നമ്മുടെ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 0.01 volt. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമുക്ക് 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഫോർവേഡ് ബയസ്ഡ് എന്ന് ചോദിച്ചത്. ഫോർവേഡ് ബയസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം?
ഈ സൈഡിലുള്ളത് കൂടുതൽ നെഗറ്റീവ്, ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഈ സൈഡിലുള്ള കൂടുതൽ എന്താവണം, നെഗറ്റീവ് ആവണം അല്ലേ. അപ്പൊ ആ ഒരു കേസിൽ എന്ത് സംഭവിക്കണം, ദിസ് വിൽ ബി ഇവിടെ നിന്നുള്ള സാധനം ഇങ്ങോട്ട് പുഷ് ആവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഷുഡ് ബി ഹയർ. ഈ സൈഡിലുള്ളത് പോസിറ്റീവ്, ഈ സൈഡിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ ഈ സൈഡിലുള്ള കൂടുതൽ പോസിറ്റീവ് ആവണം. സോ ഇൻ ദിസ് കേസിൽ ഇത് കൂടുതൽ നെഗറ്റീവ് ആണ്. This is plus 3 volt and this is minus 3 volt. So this is not correct. This is plus 4 volt and this is 0. And ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. But this is also not correct. ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. This is okay. Sorry. It's the other way around. Sorry for the mistake. അതായത് ഇവിടെ കൂടുതലും ഇവിടെ മോർ പോസിറ്റീവും ഇവിടെ മോർ നെഗറ്റീവും ആവണം. ഓക്കെ, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സോ ഇൻ ദിസ് കേസ് ദിസ് ഇസ് കറക്റ്റ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ പോസിറ്റീവ് ആണ്, ഇവിടെ കൂടുതൽ പോസിറ്റീവ് ആണ്. സോ ദിസ് ഇസ് കറക്റ്റ്. ഇവിടെയും കൂടുതൽ പോസിറ്റീവ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, സോ നോ സോറി, ദ അതർ വേ അറൗണ്ട്. ഇത് എല്ലാം റോങ് ആണ്. സോ നൺ ഓഫ് ദി ഡയോഡ്സ് ആർ ഫോർവേഡ് ബയസ്ഡ്, എവരിതിങ് ഇസ് റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, എല്ലാം റിവേഴ്സ് ബയസ്ഡ് ആണ്. കാരണം ഇവിടെ മോർ നെഗറ്റീവ് വരണം. സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഇവിടെ മോർ പോസിറ്റീവ് ആയിരിക്കണം ആൻഡ് ഹിയർ ഇറ്റ് ഷുഡ് ബി മോർ നെഗറ്റീവ്. ഓക്കെ, സോ എവരിതിങ് ഇസ് forward, none of the diodes are forward biased. Okay, option D is the correct answer. Next thing, the following figure shows device X with input and output signals. The device is, okay, നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു ഫുൾ വേവ്, ഇവിടെ ഹാഫ് വേവ് ആവുന്നു. സോ ഇറ്റ് വിൽ ബി എ ഹാഫ് വേവ് റെക്ടിഫയർ. ഈസി ക്വസ്റ്റ്യൻ, വളരെ ഈസി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഇവിടെ ഫുൾ വേവ് ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് സ്പ്ലിറ്റ് ഇൻ ടു ഹാഫ് വേവ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ലോജിക്കൽ സർക്യൂട്ട് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ടാക്കാം, ലോജിക് ടേബിൾ ഉണ്ടാക്കാം. സോ ഇവിടെ നമുക്ക് എക്സ് എന്ന് എടുക്കാം, ഇവിടെ നമുക്ക് x1 എന്ന് എടുക്കാം, ഇവിടെ x2 എന്ന് എടുക്കാം. സോ x1 x1 x2 y ഔട്ട്പുട്ട് x1 1 1 1 0 0 1 0 0. അപ്പൊ ഇവിടെയും 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതെന്താണ്? ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. സോറി, യെസ്, ഇറ്റ്സ് ആൻ ആൻഡ് ഗേറ്റ് അല്ലെ. ഈ ആൻഡ് ഗേറ്റിന് ഇവിടെ ഒരു നോട്ട് കൂടി ഉണ്ട്. അപ്പൊ എന്താണ്? ആൻഡിന്റെ ഓപ്പോസിറ്റ് വരും. സോ ഇവിടെ 1 1 ആണെങ്കിൽ എന്തായിരിക്കും? ദിസ് ഷുഡ് ബി 1 1. ആൻഡ് ആവുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 1 1 1 ആണ്. പക്ഷെ ഇവിടെ നോട്ട് ഉണ്ട്, അപ്പം 0. സിമിലർലി ഇവിടെയും 0. ആൻഡ് ഇത് 2 0 കൂടി ഇവിടേക്ക് പോകുന്നു. ഇവിടെയും 0, ഇവിടെയും 0. ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. 0 0 0 ആയിരിക്കണം. ബട്ട് അതിന്റെ ഔട്ട്പുട്ട് 1 ആണ്. സോ 1 1, അത് 1 ആണ് നമുക്ക് തരുന്നത്. സോ നൗ ലെറ്റ്സ് ഡു ദ അതർ തിങ്. അടുത്ത നോക്കുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 1ഉം ഇവിടെ 0ഉം ആണ്. ഇവിടെ 0 1 1 ആകുമ്പോൾ ഇവിടെ 1 വരണം, ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് 0. ആൻഡ് ഇവിടെ 0 0 ആകുമ്പോൾ ഇവിടെ 0 വരണം, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് 1. അപ്പം 0 1 ആകുമ്പോൾ ഇവിടെ 0 ആണ് വരേണ്ടത്. ഇത് 0 1 ആകുമ്പോൾ ഇവിടെ 0 ആവും. അതിന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 1. സോ 1. സിമിലർലി ഇത് ഓപ്പോസിറ്റും 1 വരും. ഇനി 0 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? 0 0 ആകുമ്പോൾ രണ്ട് സൈഡിലും 1 ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി 1. ഇത് 1 1 എന്താവും? അത് 1 ആവും. ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി 0 0. അപ്പൊ ഇത് എന്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ദിസ് ഈസ് ദ ലോജിക്കൽ ടേബിൾ ഫോർ നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് ലോജിക്കൽ ടേബിൾ, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഓറിന്റെ ലോജിക്കൽ ടേബിൾ അറിയണം, ആൻഡിന്റെ ലോജിക്കൽ ടേബിൾ അറിയണം, നാൻഡിൻ്റെത് അറിയണം, നോറിൻ്റെത് അറിയണം, എക്സോർ ആൻഡ് എക്സ് ആൻഡ് എക്സ്ക്ലൂസീവ് ആൻഡ്. ഓക്കെ, ഇത്രയും കാര്യത്തിന്റെ ലോജിക്കൽ ടേബിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കറിയാം ദിസ് ഇസ് ആൻഡ് ഗേറ്റ് ആൻഡ് ദിസ് ഇസ് ഓർ ഗേറ്റ് അല്ലേ, ഇതും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് ഇതിന്റെ അറ്റത്ത് ഇവിടെ ഒരു ഉണ്ട വന്നിട്ടുണ്ടാവും, അത് അതിന്റെ ഓപ്പോസിറ്റ് ആയി നോർ ഗേറ്റ് ആവും. ഓക്കെ, ഓർ ദിസ് വിൽ ബി നാൻഡ് ഗേറ്റ്. ഓക്കെ, സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ നമുക്ക് അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ടിപ്പിക്കൽ റിസീവർ ഇൻ എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം is shown as in the figure. The various components in correct sequence order is. അപ്പൊ നമുക്ക് ഇതിന്റെ സീക്വൻസ് ഓർഡറിൽ നമുക്ക് എഴുതണം. സോ ഫസ്റ്റ് നമുക്ക് അവിടെ എന്തായിരിക്കും? ഒന്നാമത്തെ റിസീവർ സിഗ്നൽ എന്താണ്? റിസീവിംഗ് സിഗ്നൽ റിസീവർ എൻട്രിൽ എന്താണ്? ഒന്നാമത്തെ എന്തായിരിക്കണം? അത് ആന്റിന ആയിരിക്കണം അല്ലേ. സോ ആന്റിന കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ആദ്യം കഴിഞ്ഞിട്ട് നമ്മളൊരു ആംപ്ലിഫയർ 1 കൊടുക്കണം. ഓക്കെ, സോ ദിസ് വിൽ ബി 2. അത് കഴിഞ്ഞിട്ട് എന്താ വരിക?
IF stage, so that will be 3. Again amplifier 2, it will be 4, and the fifth one will be detector. So the order is E B C D A, 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 or yeah, no, detector മുന്നേ നമ്മളൊരു amplifier 2 detector കഴിഞ്ഞിട്ടല്ലേ വെക്കേണ്ടത്. So it will be this thing. One is E, ഇത് E ആണ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് B ആണ്. തേർഡ് എന്താണ്? IF സ്റ്റേജ് ആണ്. IF സ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? EBC. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിറ്റക്ടറിലെത്തും. ഡിറ്റക്ടർ ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഇതിലേക്ക് എത്തിക്കും. ഡിറ്റക്ടർ ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കും. സോ ദാറ്റ് വിൽ ബി ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. EBD, let me check, EBCAD, yeah, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. In a detection of amplitude modulated wave, the carrier frequency is usually changed to a long frequency by IF stage. ഇത് ഇറ്റ്സ് എ കോൺസെപ്റ്റൽ അല്ലെങ്കിൽ നമ്മളെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ചാപ്റ്ററിൽ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിൽ കം അക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെറിയ ചെറിയ പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. എസ്പെഷ്യലി ഇൻ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ കുറേ നമുക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ ലാസ്റ്റ് ആറ്റംസ്, ന്യൂക്ലിയൈ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നമ്മുടെ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിച്ച ചാപ്റ്ററിൽ ഇതിലൊക്കെ നമുക്ക് കുറച്ചുകൂടി മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡുവൽ നേച്ചറിലൊക്കെ. ഓക്കെ, അപ്പം അതിലൊക്കെ കുറേ നമ്മുടെ തിയറി പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ CUET കുറിച്ച് പഠിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ, പ്രൊപ്പൈസിന്റെ ചാനൽ നിങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. കാരണം അതിൽ പല വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഒരു 10-15ഓളം വീഡിയോസ് ഫിസിക്സിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കാണാം. മുന്നേ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ 2023 CUET പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ +2 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, 2023 CUET എഴുതുന്നുണ്ടെങ്കിൽ ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ +1 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ മറ്റൊരു ലിങ്ക് കാണാൻ പറ്റും 2024 അത് നിങ്ങൾക്ക് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാം. ഇനി ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് CUET നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രൊപ്പൈസിന്റെ കോഴ്സസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിൻ കമന്റിലും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ CUETക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്. ഹലോ എവരിവൺ, ടാർഗറ്റ് CUET 2023 അടുത്ത സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സ്ഥിരം പറയുന്നത് പോലെ തന്നെ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ സെഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് 2023 എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒരു ഗ്ലിംസ് നമുക്ക് ഈ പേപ്പർ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെയായിരിക്കും, അറ്റ്ലീസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഫിസിക്സ് ആണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് റീഡ് ദ പാസേജ് ഫസ്റ്റ്. വി ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു Bohr model of atom one time or the other in the course of physics. This model has its place in history of quantum mechanics and particularly in explaining the structure of an atom. It has become a milestone since Bohr introduced the revolutionary idea of definite energy orbits for the electrons. Contrary to the classical picture requiring an accelerating particle to radiate, Bohr also introduced the idea of quantization of angular momentum of electrons moving in definite orbit. Thus, it was a semi-classical picture of structure of atom. Now, with the development of quantum mechanics, we have a better understanding of the structure of atom. Solution of this Schrödinger wave equation assign a wave-like description to the electron bound in an atom due to attractive forces of the protons. An orbit of the electron in Bohr's model is a circular path of motion of an electron around the nucleus. Bohr model is valid
only for one electron atoms per ion, and an energy value assigned to each orbit depends on the principal quantum number n in this model. We know the energy associated with the stationary state of the electron depends on n only. For one electron atoms per ion, for a multi-electron atom per ion, it is not true. Okay. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക്കലി ബോസ് മോഡൽ എന്താണെന്നുള്ളൊരു ഐഡിയ ആണ് തന്നത്. അതായത് ബോസ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ പിക്ചറിൽ ക്വാണ്ടം മെക്കാനിക്സ് പിക്ചറിലേക്ക് നമുക്ക് എത്തിച്ച ഒരു സയന്റിസ്റ്റ് ആണ് സർ ബോർ. അപ്പം അദ്ദേഹത്തിന്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് ആ ഒരു ബോസ് മോഡൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ഒരു പാസേജ് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ബോസ് പോസ്റ്റുലേറ്റ്, വേവ് ലെങ്ത് ഓഫ് സ്പെക്ട്രൽ ലൈൻ കാൺ ബി ഡിറ്റർമൈൻഡ് ഫോർ. അതായത് നമ്മൾ ബോസ് പോസ്റ്റുലേറ്റിൽ എന്താ പറഞ്ഞത്, 1 ഇലക്ട്രോൺ സിസ്റ്റത്തിലും മാത്രമേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. സോ വെൻ വി ചെക്ക് എവരിത്തിങ്, ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്, ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം എന്ന് പറഞ്ഞാൽ പോകുന്നത്, ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റമാണ്. ബട്ട് സോഡിയം ഇസ് നോട്ട് എ 1 ഇലക്ട്രോൺ സിസ്റ്റം. സോ നമ്മുടെ ആൻസർ എ ആയിരിക്കും. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ എ, സോഡിയം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബോസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ചാർജ് ഇസ് ക്വാണ്ടൈസ്ഡ്, ആംഗുലർ മൊമെന്റം ഇസ് ക്വാണ്ടൈസ്ഡ്, സർക്കംഫറൻസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ക്വാണ്ടൈസ്ഡ്, എനർജി ഇസ് ക്വാണ്ടൈസ്ഡ്. നമുക്ക് നോക്കാം ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പാസേജിൽ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് -13 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി എത്രയാണ്? -13.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോൾ എത്ര ആയിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാം എനർജി ഇസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n സ്ക്വയർ, വേർ n ഇസ് ദ nth എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡിവൈഡഡ് ബൈ 4 ഇറ്റ് വിൽ ബി 1.51 ഇലക്ട്രോൺ വോൾട്ട് -1.51 ഇലക്ട്രോൺ വോൾട്ട്. നമുക്ക് ഇലക്ട്രോൺ വോൾട്ട് ആണ് കിട്ടിയത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താക്കണം? വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് E is equal to hc by lambda. ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ ബൈ ഇ. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 13.6 ആംസ്ട്രോങ്. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഇസ് 13.6 ആംസ്ട്രോങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബോർസ് മോഡൽ ഓഫ് ആറ്റം ഇസ് നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് ഇസ് എ സെമി ക്ലാസിക്കൽ പിക്ചർ ഓഫ് സ്ട്രക്ചർ ഓഫ് ആറ്റം. നമുക്ക് ഒന്നും നോക്കണ്ട, ഈ പാസേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കറക്റ്റ് ആൻസേഴ്സ് കിട്ടി. ദിസ് ഇസ് ദ തേർഡ് കറക്റ്റ് ആൻസർ. സോ സെമി ക്ലാസിക്കൽ പിക്ചർ ഓഫ് അറ്റോമിക് സ്ട്രക്ചർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം പ്രൊവൈഡഡ് ബൈ ബോസ് മോഡൽ, സ്പെക്ട്രൽ സീരീസ് ഫാൾസ് ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ ഓഫ് EM വേവ്. അൾട്രാ വയലറ്റ് റീജിയനിൽ ലൈ ചെയ്യുന്നത് ലൈമൻ സീരീസ് ആണ്. ബാൽമർ സീരീസ് അങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. അൾട്രാ വയലറ്റ് വിസിബിളിലേക്ക് കടക്കുന്നു, IR പോകുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈമൻ സീരീസ്. ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്. അപ്പം ബാൽമറിലാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് ഉള്ളത്, ലൈമനിൽ നമ്മുടെ UV റീജിയൻ ആണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ബോർസ് മോഡൽ വെച്ചിട്ട്. ഇനി അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് പറയുന്നത് മറ്റൊരു പാസേജ് ആണ്. സോ ദ പാസേജ് ഇസ് എ സെൽ ഇസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ ദി ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഒരു സെൽ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ സെൽ ഇൻ an open circuit is called the electromotive force or the EMF of the cell. When this electrical circuit is closed and current is drawn from the terminal, potential difference between the two terminals is called terminal potential difference, V of the cell. The cells can be connected in series as well as in parallel combination, like resistor cell also offer opposition in the flow of the current. This opposition offered by cell is called the internal resistance of the cell. ഇവിടെ നമുക്ക് സെല്ലിനെ കുറിച്ച് ഒരു ഐഡിയ തന്നത്, അതായത് സെല്ലിന് EMF എന്താണെന്ന് പറഞ്ഞു, ടെർമിനൽ പൊട്ടൻഷ്യൽ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 cells of EMF E1 and E2 are connected in parallel. The effective EMF of the cell is. അപ്പൊ നമുക്ക് ഇവിടെ
ഇഫക്റ്റീവ് ഇ എം എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ എന്താണ് നമ്മുടെ ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ആർ ഇഫക്റ്റീവ് എത്രയാണ്? ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് 1 by that will be R1 plus R2 divided by R1 R2 divided by R1 plus R2. R1 R2 divided by R1 plus R2. ഇതാണ് നമ്മുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ? ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഇഫക്റ്റീവ് ഇ എം എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് കറണ്ട് ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈക്ക് കറണ്ട് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൻ വി ഡു ദാറ്റ് നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇതിന്റെ ആൻസർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും ഓക്കെ. സോ നമുക്കിവിടെ E1 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ സോ this is positive, this is negative, so the current will be flowing like this, and similarly current will be flowing like this. So നമുക്ക് ഈ ഒരു പോയിന്റിലേക്കുള്ള കറണ്ട് നോക്കാം. ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന കറണ്ട്, ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് വരുന്ന കറണ്ട് എത്രയാണ്? E1 by R1, and ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ട് എത്രയാണ്? That is E2 by R2. This is parallelly connected. അപ്പം തന്നെ ഈ കറണ്ട് രണ്ടും കൂടി നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തി. സോ it will be E1 by R1 plus E2 by R2 ആണ് അവിടെ ടോട്ടൽ കറണ്ട്. അപ്പോൾ നമുക്ക് I കിട്ടി. I is equal to this much. അപ്പം V is equal to I into R ആണല്ലോ. So we will multiply with the effective resistance. So V will be equal to this into R1 R2 divided by R1 plus R2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E1 R2 plus E2 R1 divided by R1 R2. ഇത് രണ്ട് ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് V is equal to E1 R2 plus E2 R1 divided by R1 plus R2. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്രിച്ചോഫ് ജംഗ്ഷൻ റൂൾ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് കറണ്ട് രണ്ടും ആഡ് ആവുന്ന പോയിന്റിൽ വന്നു. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓർ എൽസ് നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുന്നേ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 cells each of EMF E and internal resistance R are connected with an external resistance R as shown. The value of current flowing in the circuit will be. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ബാറ്ററി പൊസിഷൻ ചെയ്തിരിക്കുന്ന അതിന്റെ ടെർമിനൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. സോ ദിസ് ഈസ് ദ കേസ്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ബട്ട് ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും എന്തായി? ക്യാൻസൽ ഔട്ട് ആയി. സോ ഇത് രണ്ടും എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ ഇല്ലാന്ന് കൺസിഡർ ചെയ്യാം. കാരണം അത് രണ്ടിന്റെയും പൊട്ടൻഷ്യൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ലൈക്ക് അതിന്റെ ടെർമിനൽസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആകെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? E ആണ്. ഈ പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ. ആൻഡ് വി ഹാവ് 3 ഇന്റേണൽ റെസിസ്റ്റൻസും ഈ മെയിൻ റെസിസ്റ്റൻസും അതിന്റെ സീരീസ് ആയിട്ട് കണക്ട് ആയി കിടക്കുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി നമുക്ക് R എഫക്റ്റീവ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി R plus 3R. ആൻഡ് ദ E എഫക്റ്റീവ് എത്രയാണ്? നമ്മുടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എഫക്റ്റീവ് EMF എത്രയാണ്? ദാറ്റ് ഇസ് ഓൺലി E. സോ ദ V is equal to IR നമുക്കറിയാം. സോ അവിടെ നമുക്ക് I is equal to V by R, that is E by R plus 3R. ഓപ്ഷൻ നമ്പർ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം എന്താണ്? ഇവിടെ ഈ ഒരു സ്പെസിഫിക് കേസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. എന്താണത്? ദാറ്റ് ഈസ് നമ്മുടെ EMF രണ്ട് ഡയറക്ഷനിലാണ് ഇവിടെ ഈ ഒരു പോയിന്റിലുള്ള ഈ രണ്ട് സെൽസ് നമ്മൾ നോക്കുമ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം there won't be a current flow in between those two. ഓക്കെ, ആ പൊട്ടൻഷ്യലിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? When a cell is connected across external resistance of 5 ohm, a current of 2.5 ampere flows through the circuit. If the external resistance is replaced by 2 ohm, the current flow is 0.5 ampere. What is the EMF of the circuit? അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് കേസ് ഉണ്ട്. ഒന്ന് നമ്മുടെ രണ്ടും നമ്മൾ കണക്റ്റഡ് across a external resistance of 5 ampere. So that is നമുക്ക് ഇങ്ങനെയാണ്. ഇവിടെ നമ്മുടെ ഏതോ ചിഹ്നയിൽ ഇവിടെ അവിടെ നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും നമ്മുടെ സെല്ലിന്റെ, ആൻഡ് ദർ ഇസ് അവർ എക്സ്റ്റേണൽ സർക്യൂട്ട് ആറും കൊടുക്കാം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് E. ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
സോ നമുക്ക് ഇവിടെ എന്താക്കാം, ആദ്യം നമുക്ക് 5 ആംപിയർ വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന കറണ്ട്, രണ്ടിന്റെയും കറണ്ട് നമ്മൾ തന്നിട്ടുണ്ടാവും. കറണ്ട് I is equal to V/R നമുക്ക് അറിയാം. സോ ദാറ്റ് വിൽ ബി E/R പ്ലസ് നമ്മുടെ ആദ്യം 5 ആംപിയർ വെക്കുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.25. അതേപോലെ രണ്ടാമത്തെ കേസിൽ നമ്മൾ 2 ഓം വെച്ചപ്പോൾ എത്ര കിട്ടി? 0.5. സോ ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R is equal to 1 എന്ന് കിട്ടും. ഫ്രം ഈ രണ്ട് ഇക്വേഷൻ ഇതിൽ നിന്ന് നമ്മൾ സ്മോൾ r കണ്ടുപിടിക്കുക, ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുക. സോ E/R plus 5 divided by E/R plus 2 is equal to 0.25 divided by 0.5. Cancel ആയി. So that will be R plus 2 divided by R plus 5 is equal to 1/2, which implies R is equal to 1. R 1 ohm ആണെന്ന് കിട്ടി. ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ohm ആണെന്ന് കിട്ടി. സോ നമ്മൾ ഇതിന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 1. അപ്പം E/1 plus 5 is equal to 0.25. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? E is equal to 6 into 1/4. That is E is equal to 1.5 volt. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ലെങ്തി. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദ വേരിയേഷൻ ഓഫ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് of a cell with current drawn from the cell is correctly represented by എങ്ങനെയാണ്? V is equal to IR ആണെന്ന് നമുക്കറിയാം. സോ കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആവണം അല്ലേ? സോ it will be option C. The correct answer will be option C. Okay, next question. Two identical cells, each of EMF E and external resistance R, when connected in series or parallel across a external resistance R, give the same amount value of current. Then the relation between R and R അറിയാം. അപ്പോൾ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലൽ കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇഫക്റ്റീവ് R എത്രയാണ്? R എഫക്റ്റീവ് എത്രയാണ്? പാരലൽ കണക്ഷനിൽ R/2 ആണ് അല്ലേ? R/2. ഓക്കെ, ഫോർ രണ്ട് സെല്ല് പാരലൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ടും ഇങ്ങനെ തന്നതുകൊണ്ട് R/2. EMF ഇഫക്റ്റീവ് EMF എത്രയായിരിക്കും? രണ്ടും പാരലൽ കണക്ട് ചെയ്തുകൊണ്ട് E ആയിരിക്കും. അതേപോലെ തന്നെ സീരീസ് കണക്ഷനിൽ എന്തായിരിക്കും? സീരീസിൽ R എഫക്റ്റീവ് എത്രയായിരിക്കും? 2R ആയിരിക്കും. ആൻഡ് എഫക്റ്റീവ് EMF എത്രയായിരിക്കും? 2E ആയിരിക്കും. ജസ്റ്റ് സി നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷനിൽ വരുമ്പോൾ ഇത് രണ്ടും ആഡപ്പ് ആവും ആൻഡ് ഇത് നമ്മുടെ റെസിസ്റ്റൻസ് ആഡപ്പ് ആവും. ഇനി പാരലൽ വരുമ്പോൾ നമ്മൾ മറ്റേ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിൽ ഇക്വേഷനിൽ ഇട്ട് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അത് ഇത് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും ആൻഡ് ദ റെസിസ്റ്റൻസ് വിൽ ബി ഹാഫ്. ഓക്കെ, ബിക്കോസ് രണ്ടും സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇത് രണ്ടും കിട്ടിയല്ലോ. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആറും തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ ഒരു ഇക്വേഷൻ കിട്ടി, നമുക്ക് ആറും കിട്ടി. ഇനി ഇത് എന്താ ചെയ്തിരിക്കുന്നത്? വെൻ കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, ഇനി ഈ ഒരു എഫക്റ്റീവ് സാധനം നമ്മൾ മറ്റേ ആറിനായിട്ട് ആദ്യം എഫക്റ്റീവ് സാധനം, പാരലലിന്റെ എഫക്റ്റീവ് സാധനം നമുക്ക് വരയ്ക്കാം. പാരലൽ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ദാറ്റ് വിൽ ബി വിത്ത് ആൻ ആർ. ഓക്കെ, ഇവിടെ എത്രയാണ്? R/2 E R. ഇത് സീരീസിന്റെ എഫക്റ്റീവ് സർക്യൂട്ട് വരയ്ക്കുമ്പോഴോ? ഓക്കെ, ആൻഡ് ദർ വിൽ ബി ദ എക്സ്റ്റേണൽ സർക്യൂട്ട് R. ഇവിടെ 2R ആണ്, ഇവിടെ 2E ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ നോക്കാം. ഇത് രണ്ടിന്റെ കറണ്ട് സെയിം ആണെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് E/R plus R/2 is equal to 2E/2R plus R. 2 small r plus R. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We'll get 2R plus R is equal to 2R plus R/2. Right? So when we calculate this, 4R plus 2R is equal to 2R plus R. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് നമ്മളിവിടെ വരുത്തിയല്ലോ. 2R രണ്ടിന്റെയും എഫക്റ്റീവ് കറണ്ട് സെയിം ആണെന്നാണ് പറയുന്നത്. So it will be 2R/R and R/2 2R. Okay, let it be like this way, R/2. അപ്പൊ നമ്മൾ ഇതൊന്ന് മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? രണ്ടിലും R ഉണ്ട്. ഓക്കെ, സോ സെയിം വാല്യൂ ഓഫ് കറണ്ട് ആണ് വരുന്നത്. സോ ഇത് രണ്ടും സെയിം ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി R is equal to R എന്ന് വരുമ്പോൾ നോക്കാം. R will be R/2. No,
ചെറിയൊരു കാര്യം നോക്കണം. ഇവിടെ 2e ആണ്. സോ ദാറ്റ് ഈസ് ദ മിസ്റ്റേക്ക്. ഇവിടെ നമ്മൾ 2e നോക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി ഇവിടെ by 2 എന്നിടണം. സോ ദാറ്റ് വിൽ ബി r plus r by 2 is equal to r plus r by 2. So when we rearrange it, it will be r by 2 is equal to r by 2. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, സോറി, ഇവിടെ ദാറ്റ് ഈസ് r by 2 is equal to r by 2. ഇവിടെ ഈ 2 മിസ്സായതുകൊണ്ട് നമ്മൾ വലിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്കിലേക്ക് പോയിരുന്നു. ഓക്കെ, സോ ഇറ്റ് വിൽ ബി r is equal to r. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഇത് രണ്ടിന്റെയും എഫക്റ്റീവ് സർക്യൂട്ട് വെച്ച് നോക്കുക, എന്നിട്ട് അതിന്റെ കറണ്ട് രണ്ടും ഈക്വൽ ആണെന്ന് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. ഇതും കുറച്ച് ലെങ്തി പ്രോസസ് ആണ്, ബട്ട് ഈസി ടു സ്കോർ ആണ്. വലിയ നമുക്ക് ബേസിക് ആയിട്ടുള്ള സെല്ലിന്റെ പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും എങ്ങനെയാ വരിക നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ 2022 എങ്ങനെയായിരുന്നു CUET പേപ്പർ 3 സെഷനിലും വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ഇറ്റ് ഇസ് നമ്മൾ അതിന്റെ ഒരു റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു 0 to 10 നമ്മൾ ഡിഫിക്കൽട്ടി റേറ്റിംഗ് ഇടുകയാണെങ്കിൽ ഒരു 6 and below ആണ് നമ്മുടെ CUETയുടെ പേപ്പേഴ്സ്. അപ്പൊ അധികം ഡിഫിക്കൽട്ട് അല്ല. നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബേസിക്കലി ഫോർമുലാസ് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയണം. അധികം ഫോർമുല ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോൺസെപ്ച്വലി ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസെപ്ച്വലി നല്ല ക്ലിയറും ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ആൻഡ് കുറച്ച് ഫാക്ച്വൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ മെയിൻ ആയിട്ട് ലാസ്റ്റ് ചാപ്റ്റേഴ്സിലേക്കാണ് ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. അതായത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, അതിൽ പോസ്റ്റ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം, ഡുവൽ നേച്ചറിലൊക്കെ. അപ്പം അതറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് CUETയുടെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള തറവായിട്ട് കോൺസെപ്റ്റ് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്യുക, ഫോർമുലാസ് റിമെമ്പർ ചെയ്യുക. യു ക്യാൻ സ്കോർ എ ഹൈ മാർക്ക് ഇൻ CUET. ഓക്കെ, എന്നാണ് 2022 പേപ്പർ വെച്ച് നോക്കുമ്പോൾ. ഇപ്പൊ 2023 സിമിലർ പേപ്പർ ആയിരിക്കാനാണ് സാധ്യത. ലൈക്ക് അതിന്റെ പാറ്റേൺ സെയിം ആയിരിക്കും. അതിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇനി എക്സാമിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതാത് സമയത്ത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രപ്വൈസിന്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഫ്രീക്വന്റ് ആയിട്ട് എങ്ങനെ CUETക്ക് അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. +2 പഠിക്കുന്നവർക്ക് CUET 2023 ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും, +1 പഠിക്കുന്നവർക്ക് CUET 2024 മറ്റൊരു ലിങ്കും കാണാം. അത് രണ്ടിലും ജോയിൻ ചെയ്യുക, റെസ്പെക്റ്റീവ് ലിങ്ക്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ്സും CUET ആയി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും അതാത് സമയത്ത് കിട്ടുന്നതാണ്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന CUETക്ക് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം, എയ്ഡ് വേണം തോന്നുകയാണെങ്കിൽ പ്രൊപ്പൈസിന്റെ കോഴ്സസിന്റെ കാര്യങ്ങളും ഒക്കെ പിന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു. ബൈ ബൈ.